കർഷക സമരത്തെ തുടർന്ന് ഒരു വർഷത്തോളമായി അടഞ്ഞുകിടന്ന ശംഭു ഖനൌരി അതിർത്തികൾ ഉടൻ തുറക്കും. അതിർത്തിയിൽ കർഷകർ നിർമ്മിച്ച താൽക്കാലിക പന്തലുകളും സ്റ്റേജുകളും പഞ്ചാബ് പോലീസ് പൊളിച്ചു നീക്കി. സമരം ചെയ്യുന്ന കർഷകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സർക്കാരിന്റെ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കർഷക സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ അതിർത്തിയായ ശംഭുവിലും ഖനൌരിയിലും കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കർഷകർ സമരം ആരംഭിച്ചത്. വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നതിനിടെ സുരക്ഷാസേന തടഞ്ഞതോടെയാണ് കർഷകർ പ്രതിഷേധവുമായി അതിർത്തികളിൽ തമ്പടിച്ചത്. സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച എന്നിവയുടെ നേതൃത്വത്തിൽ താൽക്കാലിക കൂടാരങ്ങൾ നിർമ്മിച്ച് ഗതാഗതം അടക്കം സ്തംഭിപ്പിച്ചായിരുന്നു കർഷകരുടെ പ്രതിഷേധം. നിരവധി തവണ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് തടയുകയായിരുന്നു. ഇത് ഒട്ടേറെ തവണ സംഘർഷത്തിലേക്കും വഴിതെളിച്ചു. അതിർത്തി സ്തംഭിപ്പിച്ചുള്ള സമരം പഞ്ചാബിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. പ്രധാനപ്പെട്ട 2 ദേശീയപാതകളിലൂടെയും ഗതാഗതം തടസ്സപ്പെട്ടത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിച്ചതായി പഞ്ചാബ് ധനമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സർവാൻ സിംഗ് പാന്ധർ, ജഗ്ജിത് സിംഗ് ദല്ലേവാൾ എന്നിവരുൾപ്പെടെയുള്ള നിരവധി കർഷക നേതാക്കളെ മൊഹാലിയിൽ നിന്ന് പഞ്ചാബ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനു പിന്നാലെയാണ് അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത്. കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും അതൊന്നും വകവയ്ക്കാതെ സമരക്കാരെ പട്യാല ബഹദൂർ പോലീസ് ട്രെയിനിംഗ് സെന്ററിലേക്ക് ബലമായി മാറ്റി. പിന്നീട് ബുൾഡോസറുകൾ ഉപയോഗിച്ച് താൽക്കാലിക കൂടാരങ്ങളടക്കം പൊളിച്ചു നീക്കി. സുരക്ഷ കണക്കിലെടുത്ത് പ്രദേശത്ത് താൽക്കാലിക ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് ഇരു അതിർത്തികളിലും ഒരുക്കിയിരിക്കുന്നത്. പഞ്ചാബ് പോലീസിന്റെ നടപടിക്കെതിരെ കർഷക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.